ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ൽ ലീഗ് മാത്രമേ ഉണ്ടാവൂ. ലീഗും വർഗീയ ശക്തികളും, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഈ വർഗീയ ശക്തികൾ മാത്രമായിരിക്കും ഇനി UDF-ൽ ഉണ്ടാവുക. കോൺഗ്രസിന് എല്ലായിടത്തും സമ്പൂർണമായിട്ടുള്ള തകർച്ചയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നലെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ LDF-നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് BJP. ദേശീയ ജനാധിപത്യ സഖ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇന്നലെ നടന്ന സ്ഥലങ്ങളിലെല്ലാം LDF-നെ നേരിട്ടിരിക്കും. UDF-ന് ഒട്ടുമിക്ക ജില്ലകളിലും സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ്. മുസ്ലിം വർഗീയ ശക്തികളെയാണ് UDF കൂട്ടുപിടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിനാണ് അതിന്റെ വർഗീയത പോരാഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതഭീകരവാദികളുമായിട്ടാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പച്ച കള്ളമാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഹസൻ വിട്ടുകൊടുക്കുന്നേ ഇല്ല. ഹസൻ പറയുന്നു സഖ്യമുണ്ടെന്നാണ്. കോൺഗ്രസിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു നിലപാട് പറയാൻ പോലും സാധിക്കുന്ന നേതാക്കളില്ല. മുസ്ലിം വർഗീയതയുടെ ആധിപത്യമാണ് UDF-നകത്ത്. LDF-നെ നേരിടാൻ UDF-ന് കഴിയില്ല. അഴിമതിയുടെ കാര്യത്തിൽ UDF-ന് ധാർമ്മികമായൊരു നിലപാട് LDF-നോട് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഞാൻ പറഞ്ഞ എല്ലാ തെളിവുകളും ഇപ്പൊ പുറത്തു വന്നല്ലോ. എന്താണ് ഈ എന്ത് തെളിവ് തെളിവ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്ന് ജൂലൈ 6-ാം തീയതി ഞാൻ പറഞ്ഞു. അന്ന് നിങ്ങൾ എല്ലാവരും തെളിവ് ചോദിച്ചു. ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ വന്നത്. ജയിലിൽ സ്വപ്നയെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയുടെ ആളുകൾ പോയി എന്ന് ഞാൻ പറഞ്ഞു. അന്ന് നിങ്ങൾ തെളിവ് ചോദിച്ചു. ഇപ്പോ സ്വപ്ന തന്നെ കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുകയാണ്, പരാതിയെ കൊടുത്തിരിക്കുകയാണ്. എന്നെ ജയിലിൽ പോലീസുകാരും ജയിൽ അധികൃതരും എന്ന് കരുതുന്ന ആളുകൾ വന്ന് കണ്ടു, എന്നെ ഭീഷണിപ്പെടുത്തി. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യവും വസ്തുതാവിരുദ്ധമായിരുന്നില്ല. ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിലും അതാവുകയില്ല. BJP കെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നിലയിലേക്കാണ് അന്വേഷണം തുടക്കം മുതലുള്ള ആരോപണം. അല്ല, ഞാൻ ആഗ്രഹിച്ചതാണല്ലോ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത്. അല്ലല്ല പറയട്ടെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ. മംഗലൂരു മയക്കുമരുന്ന് കേസ് പിടിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ. ഈ പ്രതികളുടെ എല്ലാം ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. കസ്റ്റംസിലേക്ക് ശിവശങ്കരെ പിടിച്ചത് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഇടതുപക്ഷം നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമാണ്. ഞാൻ ലഭ്യമാവുന്ന വിവരങ്ങളാണ് പറയുന്നത്. നിങ്ങളും അത് തന്നെയാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യമേ ഞാനും വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കോടതിയിൽ എന്താണ് കൊടുത്തത് ആർക്കും അറിയില്ല. അത് നിങ്ങൾ ജുഡീഷ്യറിയോട് ചെയ്യുന്ന ഒരു അതിനെ അവമതിപ്പുണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിപ്പോ രഹസ്യമൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്. ശ്രീരാമകൃഷ്ണൻ ഒട്ടേറെ തവണ വിദേശത്ത് പോയിട്ടുണ്ട്. ആ വിദേശത്ത് പോയതിന് കേന്ദ്ര സർക്കാരിൽ ഒരു അനുമതിയും ഇല്ല. അങ്ങനെയല്ല, പ്രതികളുടെ മൊഴി ഇപ്പൊ 164 മൊഴി വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസ് നടത്തുന്നത്. പ്രതികൾ നൽകുന്ന മൊഴിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനം. ഇപ്പോ ശിവശങ്കരൻ ആദ്യം പറഞ്ഞു എനിക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് സ്വപ്നയുമായി ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ചപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ പറയുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ ലാഭത്തിന്റെ പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിരുന്നു. അല്ലാതെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏത് ഏജൻസിയാണ് കേസെടുക്കുന്നത്? മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല, മൊഴികളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് മൊഴി ഒരാൾ കൊടുക്കും? മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് തെളിവുകൾ സമാഹരിച്ചുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മൊഴിയെ വിശ്വസിക്കാന്നില്ല. മൊഴി വിശ്വസിക്കേണ്ടി വരുമല്ലോ. സ്വർണം കടത്തിയവരാണല്ലോ പറയുന്നത്, ആരൊക്കെയാണ് സഹായിച്ചത്. അതിന് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വേണം. ആ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരെ കക്ഷി ചേർക്കരുത്.
ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം തന്നെ ഇപ്പൊ സ്വർണം കൊണ്ടുവന്നയാള് ആ അന്വേഷണത്തിന്റെ ആരാണ് കൊണ്ടുവന്നതെന്ന് ഇവിടെ ഏറ്റുവാങ്ങിയത് അവിടെ നിന്ന് ചിത്രത്തിലേ ഇല്ല. ഫൈസൽ ഫരീദ് പറയട്ടെ, ഫൈസൽ ഫരീദ് സ്വർണം അവിടെ കൊടുത്തു. സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും അടങ്ങുന്ന സംഘം കടത്തി. ലാഭം പിണറായി വിജയനും മറ്റേ ശിവശങ്കരനും CM രവീന്ദ്രനും ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടി. എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ സംഭവം ആർക്കും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ ലാഭം കിട്ടിയവരെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞാൽ എന്താ അറിയുന്നത്? ഇവിടുന്ന് കിട്ടുന്ന ലാഭം ഡോളറായി കടത്തി അവിടേക്ക് കൊണ്ടുപോയി ആ പണം എടുത്തിട്ട് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് സ്വർണം കടത്തുന്നു. ഇത് ചെയ്തവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നവരാണ്. അതിന് മറുപടി പറയാതെ ഈ ക്യാപ്സൂൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, CPM പറയുന്ന ക്യാപ്സൂൾ എന്നോട് ചോദിക്കുക. ഇതാണ് നടന്നത്. അല്ല, എപ്പോഴും മാപ്പുസാക്ഷികളാക്കുന്നത് അവരെ ഉപയോഗപ്പെടുത്തി മറ്റാളുകൾ ക്രൈം നടത്തുമ്പോഴാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ ഏജൻസിക്ക് കിട്ടുമ്പോൾ അതിൻ്റെതായുള്ളവരെ മാപ്പുസാക്ഷിയാക്കും. അത് ഇപ്പൊ മാപ്പുസാക്ഷിയാക്കും അല്ലെങ്കിൽ നമുക്കറിയില്ല. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഇതിനൊരു സംശയം വേണ്ട. അതിപ്പോ അന്വേഷണ ഏജൻസി എപ്പോ പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ത് ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യത്തിന് എന്ത് അടിസ്ഥാനം? ജൂലൈ 6-ാം തീയതി ഇവിടെ ഏജൻസി ഇല്ല. ജൂലൈ 5-ാം തീയതി അവിടെ കള്ളക്കടത്ത് നടക്കുന്നത്. അന്ന് ഇവിടെ ഏതെങ്കിലും ഏജൻസി ഇല്ല. അന്ന് കസ്റ്റംസ് ഉണ്ടോ, NIA ഉണ്ടോ, ED ഉണ്ടോ? ആരുമില്ല. ഒരാളും അന്വേഷിച്ചിട്ടില്ല. നിങ്ങളും മാധ്യമ പ്രവർത്തകരും ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി പോയിട്ടുണ്ട്. വിളി പോയി എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യം, എന്റെ സോഴ്സ് വളരെ വ്യക്തമായിരുന്നു. വിളി പോയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അപ്പൊ അന്ന് നിങ്ങൾ ആരും എനിക്ക് ചോർത്തി തന്നതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കോടതിയിൽ കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞത്. കോടതിയിൽ എന്ത് 164 കൊടുക്കുന്നു എന്ന് അറിയാൻ നിങ്ങൾക്കോ എനിക്കോ ഇപ്പോൾ മാർഗങ്ങളില്ല. കിട്ടും നമുക്ക് കുറച്ച് കഴിയും. ക്രോസ് വിസ്താരം നടത്തുമ്പോൾ പ്രതിഭാഗത്തിനും പാതിഭാഗത്തിനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ചോദ്യം ഇത് CPM-ന്റെ ഒരു ക്യാപ്സൂളാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് എന്നോട് ചോദിക്കും. നിങ്ങൾക്ക് എങ്ങനെ സത്യസന്ധത? അഴിമതി നടത്തുമ്പോൾ ആലോചിക്കണം. സ്വപ്നയുമായി ചേർന്ന് വിദേശത്ത് പോകുമ്പോൾ ആലോചിക്കണം. അനുമതി ഇല്ലാതെ വിദേശത്ത് പോകുമ്പോൾ ആലോചിക്കണം. അവർക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ആലോചിക്കണം. അവർക്ക് ഫ്ലാറ്റ് എടുത്താൽ പറയട്ടെ അവർക്ക് ഫ്ലാറ്റ് എടുത്തു കൊടുക്കുമ്പോൾ ആലോചിക്കണം. അവരുടെ കാശ് സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ചിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ആലോചിക്കണം. നിക്ഷേപിച്ച തുക 2 സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഡോളറാക്കി മാറ്റുമ്പോൾ ആലോചിക്കണം. ആ ഡോളർ വിദേശത്തേക്ക് കടത്തുമ്പോൾ ആലോചിക്കണം. കടത്തിയ ഡോളർ വീണ്ടും സ്വർണമായിട്ട് കൊണ്ടുവരുമ്പോൾ ആലോചിക്കണം. അവരെ സഹായിക്കുമ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിലൂടെയാണ് ആലോചിക്കേണ്ടത്. എന്നെ ക്രൂശിക്കല്ല വേണ്ടത്. ഞാൻ അറിയുന്ന വിവരങ്ങൾ പറയുന്നതാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു 2 ആഴ്ച മുമ്പ് നേരത്തെ തന്നെ സ്വപ്ന സുരേഷിനെ ഭീഷണിയുള്ള കാര്യം പറഞ്ഞിരുന്നുവല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ താങ്കൾക്ക് കിട്ടുന്നുണ്ട്. അത് ജയിലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ജയിലിലെ ഒരാൾ മാത്രമല്ലല്ലോ. ജയിലിലെ നിങ്ങളുടെ CPM-ന്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ ജയിലിൽ. ജയിലിനകത്ത് സ്വപ്നയെ കാണാൻ അനധികൃതമായിട്ട് ആളുകൾ വരുന്നു എന്നുള്ളത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ ബോധ്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ ഇത് പറയുന്നവനെ ക്രൂശിക്കാൻ വന്നാല് അതെങ്ങനെ നടക്കുന്നത്? മാധ്യമപ്രവർത്തകർ ദയവായി ചോദിക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും വിവരങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല ജനാധിപത്യത്തിൽ. അന്വേഷണ ഏജൻസി നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരാഴ്ച മുന്നേ അല്ലെ 3 ദിവസം മുന്നേ എങ്ങനെയാണെന്ന് അത് ഞാൻ പറഞ്ഞ നിങ്ങൾ CPM-ന്റെ ക്യാപ്സൂൾ തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ നാളെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന വിഷയങ്ങളാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അവർക്ക് ഡിജിറ്റൽ തെളിവ് കൊടുക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കള്ളക്കടത്തുകാരെ രക്ഷിക്കാൻ വിളിച്ചു എന്നുള്ള ഒരു ഇല്ലാത്ത കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഏജൻസിക്ക് അത് അന്വേഷണം കണ്ടുപിടിക്കാൻ കഴിയുമോ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? എവിടെയാണെന്ന് എനിക്ക് മതി. 164 എവിടെ വന്നിരിക്കുന്നതാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്? 164-ൽ എന്ത് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്?
നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം? 164 സ്റ്റേറ്റ്മെന്റ് എവിടെ കിടക്കും? ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എവിടെ കിടക്കും? നിങ്ങൾ എന്താണ് ഇതിൽ എനിക്ക് മനസ്സിലായി? അവർ ചോദിക്കുന്നത് അതിലൊരു പുകമറ സൃഷ്ടിക്കാനാണ്. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്, രാഷ്ട്രീയ താല്പര്യമാണ്. അവര് കുടുങ്ങുന്നവരൊക്കെ ഞങ്ങൾ നേരത്തെ ഈ കുടുക്കാനായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ ഉദ്ദേശമായിരുന്നെങ്കിൽ 4 കൊല്ലം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഈ 2 സംഭവങ്ങൾ പിടിക്കപ്പെട്ടതോടുകൂടിയാണല്ലോ അനുബന്ധ തെളിവുകൾ പുറത്തു വരുന്നതും അന്വേഷണം നീളുന്നതും. അല്ലാതെ CPM-ന്റെ അതേ ക്യാപ്സൂൾ കുറച്ച് ഒളിച്ചിട്ടെങ്കിലും അന്വേഷിച്ചിട്ടും കിട്ടാതെ ഡിജിറ്റൽ തെളിവുകൾക്ക് കേസെടുത്ത പ്രഖ്യാപിക്കുന്ന വ്യത്യാസം. സഹോദര, ഡിജിറ്റൽ തെളിവുകൾ കിട്ടുന്നത് ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ടൊക്കെയാണ്. നിങ്ങൾ ഈ CPM എഴുതി ഉണ്ടാക്കുന്ന സാധനമല്ല ഡിജിറ്റൽ തെളിവുകൾ. അതിന് ക്യാപ്സൂൾ എന്നാണ് പറയുക, മറ്റത് ഡിജിറ്റൽ തെളിവ്. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പൊ ജനൻ ടിവിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അനിൽ നമ്പ്യാർ ആദ്യം തന്നെ ഇടപെട്ട ഒരാളാണെന്ന് അവർ ചോദ്യം ചെയ്തു. ഇപ്പൊ അനിൽ നമ്പ്യാർ ചിത്രത്തിലേ ഇല്ല. കാരണം അത് നിങ്ങൾ പറയുന്നില്ല, BJP ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു വഴിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാന്നില്ല. മറ്റൊരു വഴിയിലേക്കല്ല, മുഖ്യമന്ത്രിയും സംഘവും ഈ കള്ളക്കടത്തുകാരെ സഹായിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടിയാണ്, പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, ഞങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കള്ളക്കടത്തുകാരെ സഹായിക്കാനല്ല എന്ന് ആലോചിക്കണമായിരുന്നു. ആ പ്രായശ്ചിത്തമാണ് പാർട്ടി ജനങ്ങളോട് തുറന്നു പറയേണ്ടത്. അതിനു പകരം സത്യം പറയുന്നവരെ പുറത്തു കയറുകയല്ല വേണ്ടത്. 2 കാര്യമാണ് CPM ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. 6 മാസമായിട്ടും ഈ അന്വേഷണത്തിൽ വ്യക്തമായി ഒന്നും കണ്ടെത്തിയില്ല. രണ്ടാമത്, ഇത്തരത്തിൽ ഈ സാധനത്തിൽ ഈ അന്വേഷണ ഏജൻസി മുഴുവൻ ഉപയോഗിച്ച് CPM-നെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയുള്ള ഈ അന്വേഷണത്തിന്റെ വേഗത പോരാ എന്ന് താങ്കൾക്ക് തോന്നുന്നു? അന്വേഷണത്തിന്റെ തെളിവുകൾ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ 2 മാസം ശിവശങ്കർ സത്യം പറഞ്ഞു. ശിവശങ്കർ എനിക്കൊരു അറിവില്ലെന്നാണല്ലോ പറഞ്ഞത്. പിന്നീടാണ് ശിവശങ്കരന്റെ 40 ദിവസത്തിന് ശേഷം ശിവശങ്കരന്റെ വാട്സപ്പ് ചാറ്റുകളുടെയും എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ പിന്നീട് വരുന്നത്. ആദ്യം ആരും സത്യസമ്മതി, നിങ്ങൾ പോലും എഴുതി അയ്യോ പാവത്തിന് അങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു ചോദ്യം ചെയ്യുന്നു 100 മണിക്കൂറായി. പക്ഷെ ആ സമയത്തെല്ലാം ശിവശങ്കരൻ എടുത്ത സമീപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കള്ളം പറയുക എന്നുള്ളതായിരുന്നു. പിന്നീട് കള്ളം പറയാത്ത വിധം തെളിവുകൾ ഹാജരാക്കുമ്പോഴാണ് കേസ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് അത് നിയമത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, കേസിന് തെളിവില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും. തെളിവുകൾ സമാഹരിച്ചുകൊണ്ടാണ് കേസ് അന്വേഷണത്തിന് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ആരോപണം. അപ്പൊ അതിനുള്ള സാവകാശം ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഇനിയിപ്പോ ഞാൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ പറയും സുരേന്ദ്രൻ ഇവരൊക്കെ പറയുന്ന സുരേന്ദ്രൻ പിന്നീട് ശരിയാവുമല്ലോ പറയാം. ഈ ഇവിടുത്തെ കോൺസുൽ ജനറലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഈ കോൺസുൽ ജനറൽ കൂടി അന്വേഷണത്തിന്റെ പ്രതികൾ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ട്. ആരെങ്കിലും ഒരാൾ കോടതിയിൽ എഴുതി കൊടുക്കും. BJP ആവശ്യമല്ല, എഴുതി കൊടുക്കും. ഇതിപ്പോ കേസ് അന്വേഷിക്കുന്നതിനെ കൂടെ ഒരാൾക്ക് കോടതിയിൽ പോകാമല്ലോ. ഇന്ന കാര്യങ്ങൾ കൂടി ഈ കേസിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് എന്ന് അന്വേഷിക്കണമെങ്കിൽ ആർക്കും കോടതിയെ സമീപിക്കാം. വിട്ടുപോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൊണ്ടുവന്നില്ല, കോൺസെപ്റ്റ് ഇല്ല, ഇവരൊന്നും ചിത്രത്തിലേ ഇല്ല. ഇപ്പൊ ഇവിടെ സർക്കാർ കടത്തിയത് കൊണ്ടാണ്, സർക്കാരിനെതിരായിട്ട് സർക്കാർ സ്വർണം കടത്തിയത് കൊണ്ടാണ്. അല്ലാതെ ചുമ്മാ കേസ് സർക്കാർ നേരിട്ട് ശിവശങ്കർ ആരാണ്? ശിവശങ്കർ സർക്കാരല്ലേ? രവീന്ദ്രൻ സർക്കാരല്ലേ? സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ജീവനില്ലാത്ത വസ്തുവാണ്. സർക്കാർ എന്ന് പറയുന്നത് ശിവശങ്കരനും രവീന്ദ്രനും ഉത്തരത്ത് ദിനേശനും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും EP ജയരാജനും ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും എല്ലാം ചേർന്നാണ്. രാഷ്ട്രീയ ആരോപണം യഥാർത്ഥത്തിൽ ആര് കടത്തി, എന്ത് കടത്തി, ആ കടത്തിയവരില്ല. അതിനൊക്കെ കേസേ ഇല്ല. ദേശാഭിമാനി ഒരു മനോരോഗം പോലെ എഴുതുന്നതാണോ? ഇതല്ല സത്യം. ദേശാഭിമാനി ഇങ്ങനെ ചൊറിഞ്ഞ് തീരുന്നില്ല. CM രവീന്ദ്രൻ വളരെ മാന്യനാണ്, വിശ്വസ്തനാണ് എന്നാണ് കടകംപള്ളി അടക്കമുള്ള കടകംപള്ളിയുടെ അടക്കമുണ്ട്. CM രവീന്ദ്രന്റെ ഇടപാടുകളിൽ കടകംപള്ളിയുടെ പല ബാങ്കുകളും കടകംപള്ളിയുടെ സഹകരണ സ്ഥാപനങ്ങൾ, യൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അപ്പൊ അത് അമ്പ് കൊള്ളാത്തവരില്ല, കുരുക്കളില്ല. അപ്പൊ അവരിതൊക്കെ പറയും. സ്വപ്ന സുരേഷിന് മാത്രമല്ല CM രവീന്ദ്രന്റെയും ജീവന ഭീഷണി ഉണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. CM രവീന്ദ്രനെ കാര്യമായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടം പറ്റും. പെട്രോളിന്റെ വില കുറച്ച് മാറുന്നത് അധികാരത്തിലുള്ള പാർട്ടിയാണ് ഇപ്പോ BJP. ഈ സമയത്ത് പെട്രോൾ വില എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അത് ബാധിക്കും BJP? തെരഞ്ഞെടുപ്പ് ഇന്നലെ ഒരു ഘട്ടം കഴിഞ്ഞല്ലോ. നമുക്ക് ഈ 16 തീയതി അറിയാം ബാധിക്കില്ല.
എന്നാലും പെട്രോൾ വില ഒന്ന് കുറയ്ക്കാൻ സംസ്ഥാന കർഷക സമരത്തില് കേരളത്തില് നടക്കുന്ന എല്ലാ സമരങ്ങളും പിണറായി വിജയൻ ഗവൺമെന്റ് അടിച്ചമർത്തുക. വൈപ്പിന്റെ സമരം, അതായത് വിജയൻ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. വൈപ്പിൻ സമരം അടിച്ചമർത്തി, ആദിവാസികളുടെ സമരം അടിച്ചമർത്തി. കേരളത്തിൽ നടന്ന എല്ലാ സമരം, ശബരിമല സമരം ഉണ്ടായി, അടിച്ചമർത്തി. എല്ലാ സമരങ്ങളെയും ഈ ഗവൺമെന്റ് അടിച്ചമർത്തുക. മോദി ഒരു സമരത്തെയും അടിച്ചമർത്തുന്നില്ല. ചോറ് വയ്ക്കുന്നു, ചപ്പാത്തി ചൂടുന്നു, എല്ലാം അവിടെ സദ്യയാണ്. നിങ്ങൾ സദ്യയിലാവുന്നു. ആ സമീപനമല്ല സെൻട്രൽ ഗവൺമെന്റ്. കേരളത്തിൽ ബലം പ്രയോഗിക്കാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ബലം പ്രയോഗിച്ചല്ല, അതടിച്ചമർത്തില്ല. എന്നാൽ 22 ദിവസം കൊണ്ട് അറസ്റ്റ് ഇവരെ അറസ്റ്റിട്ടില്ലല്ലോ. അറസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും രണ്ടാൾ പറയുമ്പോൾ തീരുമാനം മാറ്റുന്നത്. പക്ഷേ ഈ പെട്രോൾ വില വർധനയ്ക്ക് എന്തുകൊണ്ടാണ് BJP എതിർക്കാത്തത്? ശരിയല്ലല്ലോ. വലിയ രീതിയിൽ നിങ്ങൾ 50 രൂപക്ക് പെട്രോളിയം വില നിർണയ അധികാരം വീണ്ടും തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ടേ. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പെട്രോളിന്റെ വില പക്ഷെ അങ്ങ് ഇതുപോലെ ഒരു വലിയ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം നേരിടുകയും CPM താർക്കാനൊക്കെ ആയിട്ട് വലിയ സർക്കാരിന്റെ സഹായത്തിൽ ഒരു സഹായം വേണ്ടേ? ഈ പെട്രോളിന്റെ വില ഇങ്ങനെ കൊടുത്താൽ അങ്ങ് ഇപ്പൊ പ്രതിരോധത്തിലാവില്ല. 1 ലിറ്റർ പെട്രോൾ 50 രൂപ എന്നുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പാപ്പശ്ശേരിയില് ഖാദി ബോർഡിന്റെ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് 50 കോടി രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഖാദി ബോർഡ് സെക്രട്ടറി KN രതീഷ് ഇതിന്റെ പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ന് അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന് കത്തയക്കാറ്. ഇതിൽ സഹകരണ ബാങ്കുകളോട് പറഞ്ഞ 50 കോടി നിങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. ഒരു സർക്കാരിന്റെ സെക്രട്ടറി എങ്ങനെയാണ് ഒരു CPM ജില്ലാ സെക്രട്ടറിക്ക് കത്തയക്കുന്നത്? അതെ, അതാണ് ഇവിടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള മാസ്കുമായിട്ട് വരുന്നു. CPMന്റെ സഹകാരി നാരായണന് 450 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കടം വീട്ടാൻ കൊടുക്കുന്നു. ഇതിപ്പോ രതീഷ് നേരെ MV ജയരാജൻ കത്തയക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ അതാണ് പറഞ്ഞത്, ഇവിടെ സെൽ ഭരണമാണ് നടക്കുന്നത്, ജനാധിപത്യ ഭരണമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊന്നും ആരും മറുപടിയെ പറയുന്നില്ല. മുഖ്യമന്ത്രി ആകാശവാണി പ്രസംഗം പോലെ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോവുകയാണ്, മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിരിക്കുന്നു. പദ്ധതി പ്രദേശങ്ങൾ അദ്ദേഹം കാണാൻ പോകും. ഈ സമയം എങ്ങനെ കാണാൻ പോകും? ഇതെല്ലാം സംസ്ഥാനം നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ചില സ്ഥലത്ത് കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും BJP ഒക്കെ ചേർന്നല്ലോ അങ്ങനെയാണ് ഞാൻ കണ്ടില്ല. ഡോക്ടർ പൽപ്പുവിന്റെ പേര് ഈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി 2ാം ക്യാമ്പസിൽ എന്നൊരാൾക്ക് ശശി തരൂർ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ BJP അതിനോട് യോജിക്കുന്നു. അല്ല, അത് ആലോചിച്ച് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല. അറിയാത്ത കാര്യം ഇപ്പോൾ ഉടനെ പറഞ്ഞു. ഈ തിരുവനന്തപുരത്തൊക്കെ പോളിംഗ് ശതമാനത്തിൽ കുറച്ച് കുറവുണ്ട്. അപ്പൊ BJPക്ക് അതിന് തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ? പോളിംഗ് ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർ വോട്ട് ചെയ്യാൻ വന്നിട്ടാണ്. BJP അനുകൂലിക്കുന്നതല്ല. 100% BJP. എങ്ങനെയാണ് ഈ ഒരു ആദ്യത്തെ ഇലക്ഷൻ വോട്ടിംഗ് കഴിഞ്ഞില്ല, അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ട്രെൻഡിന് എങ്ങനെയാണ് 3-2 ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ മറ്റിടങ്ങളിലോ? പത്തനംതിട്ടയിലും മികച്ച മുന്നേറ്റം ഉണ്ടാവും, കൊല്ലത്തും മികച്ച മുന്നേറ്റം ഉണ്ടാവും, ആലപ്പുഴയിലും ഇത്തവണ വലിയ മുന്നേറ്റം, ഇടുക്കി. കണ്ണൂരിൽ എങ്ങനെയാണ്? കണ്ണൂർ കോർപ്പറേഷനിൽ നിങ്ങൾ നോക്കിക്കോ, ഇത്തവണ അട്ടിമറി വിജയം BJPക്ക് പല വാർഡുകളിലും. പെട്രോൾ വില വർധന ഇതൊക്കെ തിരിച്ചടി ഉണ്ടാക്കുന്ന പറയാം. പെട്രോൾ വില വർധന ഭയങ്കര തിരിച്ചടി ഉണ്ടാക്കുന്ന പറയാം. നോക്കണം, 16-ാം തീയതി രാവിലെ നമ്മളെല്ലാവരും ഉണ്ടാവും. ഇനിയും പെട്രോൾ വില കൂടുന്നതിനെ കുറിച്ച് അങ്ങ് അനുകൂലിക്കുന്നുണ്ട്. നിങ്ങളെ ഇത് ഒരേ ചോദ്യത്തിൽ ചാനൽ ചർച്ച ചെയ്തിട്ട് പറഞ്ഞാലേ 50 രൂപയ്ക്ക് പെട്രോൾ തരാൻ പോകും. ഇപ്പം പറഞ്ഞ് വില നിർണ്ണയ അധികാരം നമ്മുടെ കയ്യിലാണ്. നിങ്ങൾ ഇറക്കിയ ഒരു ക്യാപ്സൂളാണ്. നിങ്ങൾ എന്തെല്ലാം കാണിച്ചുള്ള ക്യാപ്സൂൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 വാർഡുകളിൽ ഒരു താർമലെത്തി കടകംപള്ളി ഒരു ആരോപണം ഉണ്ടായിരുന്നു. കടകംപള്ളി പരാജയമാണ്. ഞാൻ പറയാൻ പറ്റുള്ളൂ.